ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ അറിയുന്നവരൊക്കെ ഉണ്ടാവും, എങ്കിലും ഞാനിവിടെ ആദ്യമായിട്ടൊന്നുമില്ല ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ, ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട്. എന്ന് വെച്ചാൽ കാക്ക ഇവിടെ നേരത്തെ തന്നെ പാത്രത്തിൽ നെയ്യൊക്കെ പുരട്ടി വെക്കണം, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ചെറിയ ചെറിയ കിണ്ണത്തിലേക്ക് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ചീരുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഒരു 20 ചീരുള്ളി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 3 വലിയ തേങ്ങ എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അവിടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 3 കിലോ അവൽ വെച്ചിട്ടാണ് കേട്ടോ മസാല ചക്കര ഞാനിവിടെ റെഡിയാക്കണേ. 3 കിലോ അവൽ നന്നായിട്ട് ചീറി വൃത്തിയാക്കിയിട്ട് കണ്ടില്ലേ കവറിലാക്കി മാറ്റി വെച്ച്. ഇനിയിപ്പോൾ 3 ചെറിയ തേങ്ങ എടുത്തിട്ട് ചെരുകിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റുള്ള മസാല ചക്കരാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാത്രം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ആവശ്യത്തിന് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മക്കൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യലാണിത് മസാല ചക്കര. അപ്പോൾ അതാ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചീരുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മസാല ചക്കര. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അത്യാവശ്യം ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇവിടെ കിടന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും വീട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ അവൽ വെച്ചിട്ട് മസാല ചക്കര ഉണ്ടാക്കിയാൽ. അപ്പോൾ ഉമ്മൻ്റെ മക്കളൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഉമ്മ കൂടുതലും ഉണ്ടാക്കി കൊടുക്കാറ് ഈ മസാല ചക്കരയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇത്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് 3 കിലോ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1.5 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉമ്മാൻ്റെ കണ്ടിട്ടാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ അത് എപ്പോഴേക്കും നമ്മുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഞ്ചസാരയും വെള്ളം കൂടി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് ചെരുകിയ തേങ്ങ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ മസാല ചക്കര ഇവിടെ കാണുന്നത് തിന്നണതൊക്കെ. അപ്പോൾ 20 ഏലക്ക പൊടിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ പരുവാവണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ ഒട്ടും. ആ പരുവത്തിലായാലും നമുക്ക് എന്താ ചെയ്യുക, അവലങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവലൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ നേരത്തെ നെയ്യ് തൂകി വെച്ച പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് നമ്മുടെ കൈ പൊള്ളണ്ട വെച്ചിട്ട് ഒന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ചക്കര റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. നമുക്കിവിടെ ഒരു നായി അവലൊക്കെ എടുത്തിട്ട് എല്ലാം നമുക്ക് വേണ്ടി ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ അങ്ങനെ ഒക്കെ എടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ, ഒരു തേങ്ങയൊക്കെ വെച്ചിട്ട്. അപ്പോൾ മസാല ചക്കര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപാടെ ഞങ്ങൾ പാത്രത്തിൽ നിന്നൊക്കെ തട്ടി മാറ്റിയെടുത്ത്. കണ്ടില്ലേ, ഇത്രയും ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മസാല ചക്കര. ഇതേപോലെ ഒന്ന് 4 ഭാഗം ഒന്ന് തട്ടി കൊടുത്താൽ ഈ പരുവത്തിൽ കിട്ടും. മസാല ചക്കര റെഡി ആയിട്ടാ. അടിപൊളി ടേസ്റ്റാണ് ഈ മസാല ചക്കരക്ക്. അപ്പോൾ ഞാനിവിടെ പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇവരെ ഏട്ടൻ്റെ മോൾക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ.
ബാക്കിയുള്ള നമ്മുടെ ഇവിടെ കിണ്ണത്തിലേക്ക് മാറ്റി വെച്ചത് നമ്മൾ മൂത്തച്ചികൾക്കും നമ്മൾക്കൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചക്കര, മസാല ചക്കര. ഉമ്മാൻ്റെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. പക്ഷേ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇത്. പിന്നെ നമ്മൾ വേറെ മൂത്തച്ചികളൊക്കെ അവിടുന്ന് അവർക്ക് കിട്ടണതൊക്കെ ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട് കേട്ടോ. പക്ഷെ അതിനേക്കാട്ടി ഒരു ടേസ്റ്റ് ഉമ്മ ഉണ്ടാക്കുമ്പോഴാണ്. ആ ഇഞ്ചിയുടെയും അതേപോലെ കറിവേപ്പില ഞാൻ ആഡ് ചെയ്തിട്ട്, കറിവേപ്പിലൊക്കെ ഇട്ടാൽ ഒരു സ്മെല്ലും ആ ഇഞ്ചിൻ്റെയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ കഷ്ണം എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളെ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഏട്ടൻ്റെ മോളടുത്തൊക്കെ പോകാൻ, ഓൾക്ക് ഗർഭിണിയാണ്. അപ്പോൾ ഓൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഉപ്പയും കുട്ടികളൊക്കെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പുഴുങ്ങിയ കേങ്ങ് ഉണ്ടായിരുന്നു. രാവിലെ പുഴുങ്ങിയ ചക്കര കേങ്ങ് കേട്ടോ. അതും ഇതൊക്കെ ആയിട്ട് കുട്ടികൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ